നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു സീറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും തിരുവനന്തപുരം തന്നെയാണ്. അത് അടിസ്ഥാനപരമായി വസ്തുതകൾ അനുസരിച്ച്, കണക്കുകൾ അനുസരിച്ച് ഒരു തുറന്നു പറച്ചിൽ നടത്തിയാൽ തന്നെ വ്യക്തമാകുന്നത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് ബിജെപി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിജെപിക്ക് ലോക്സഭയിലേക്ക് ആദ്യ സീറ്റ് തിരുവനന്തപുരം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. അതായത് 2009 മുമ്പ് CPIയും കോൺഗ്രസും ഒക്കെ ആയിരുന്നു മത്സര രംഗത്ത് ഉണ്ടായിരുന്നതെങ്കിൽ പോലും, എന്നാൽ 2009 ബിജെപിക്ക് വലിയ മികവൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ശശി തരൂർ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ലോക്സഭയിലേക്ക് പോകുന്നു. അതേ കണക്കുകൾ മുന്നിൽ വെച്ച് 2014 മോദി തരംഗമുണ്ടാകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള നീക്കുപോക്കുകളുമായി മുന്നോട്ട് പോയ കോൺഗ്രസിന് നേരത്തെ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചതെങ്കിൽ ഇപ്രാവശ്യം ലഭിക്കുന്നത് 2014 ലഭിച്ചത് 15,470 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഖേദകരമെന്ന് പറയേണ്ടത് CPIയുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ്. അതായത് 2009 ഏറ്റവും താഴെ BSPയുടെ സ്ഥാനാർത്ഥിക്ക് താഴെ പോലും ഉണ്ടായിരുന്ന BJP 84,094 വോട്ടുകൾ മാത്രമായിരുന്നു BJPക്ക് 2009 ഉണ്ടായിരുന്നത്. എന്നാൽ 2014 എത്തുമ്പോൾ 4ാം സ്ഥാനത്തുമല്ല, 3ാം സ്ഥാനത്തുമല്ല, 2ാം സ്ഥാനത്തേക്ക് ഏറ്റവും വലിയ വോട്ടിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടി BJP എത്തി എന്നുള്ളതാണ്. അതായത് 2009 വോട്ട് നിലയേക്കാൾ ഏകദേശം, അതായത് 2009 11% മാത്രമായിരുന്നു വോട്ട് നില ഉണ്ടായിരുന്നതെങ്കിൽ 2014 32.32% BJP മുന്നേറി എന്നുള്ളതാണ്. അതായത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 2009 ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 1,98,242 വോട്ടുകളുടെ നേട്ടം BJPക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ശശി തരൂരിന്റെ ഭൂരിപക്ഷവും കുറച്ചത്. രാജഗോപാലൻ എന്ന ജനകീയനായിട്ടുള്ള നേതാവാണ് ചിലപ്പോൾ ഈ വോട്ട് ബാങ്കിന് മുന്നിലെങ്കിൽ പോലും ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ, ഒരു നേതൃത്വത്തെ തിരുവനന്തപുരത്ത് BJP ഇറക്കിക്കഴിഞ്ഞാൽ 100% പറയുന്നു ലോക്സഭാ സീറ്റ് സ്വന്തമാക്കാൻ സാധിക്കും. 2, ശബരിമല വിഷയവും കൂടെ നിൽക്കുമ്പോൾ വിശ്വാസികൾക്കിടയിൽ ശബരിമല വിഷയം എന്തു പറഞ്ഞാലും അത് ഏത് രീതിയിലുള്ള പിഴവുകൾ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു വിശ്വാസത്തെ ഹനിക്കപ്പെട്ടു. അതൊരു BJPക്കിടയിൽ വോട്ട് ബാങ്കിന് വളരെ ശക്തമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ശബരിമല വിഷയവും ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ, നല്ല രീതിയിലുള്ള ഒരു നേതൃത്വത്തെ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ 100% ലോക്സഭാ സീറ്റ് BJP കുറപ്പ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ആ രീതിയിലുള്ള സാഹചര്യങ്ങളാണ് BJPക്ക് മുന്നിലുണ്ടായിരുന്നത്. അതായത് 2009 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട BJP 2014 മോദി തരംഗ സമയത്ത് രാജഗോപാലൻ എന്ന ജനകീയനായിട്ടുള്ള നേതൃത്വത്തോടു കൂടി 1,98,242 വോട്ടുകളുടെ വർധനവ് 2009 2014 ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് BJPയുടെ നേട്ടത്തിന് വഴിവെക്കുന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് കെ സുരേന്ദ്രനെയാണ്. കെ സുരേന്ദ്രൻ അല്ല എന്നുണ്ടെങ്കിൽ TP സെൻകുമാറാണ്. TP സെൻകുമാറിനേക്കാളും കെ സുരേന്ദ്രൻ തന്നെയാണ് ജനകീയ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സുരേന്ദ്രൻ തന്നെയാണ് മുൻതൂക്കമുള്ളതെങ്കിലും ഒരു അട്ടിമറി നടക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ശശി തരൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അതേപോലെ CPI കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ തിരുവനന്തപുരത്ത് നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള മുഹൂർത്തങ്ങൾക്ക് തിരുവനന്തപുരം വേദിയാവുമെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് തുറന്നു പറഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം നിൽക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ തന്നെയാണ് പബ്ലിക് കേരളക്കുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.